പ്രകാശ് സാർ. ഒരുപാട് വർഷമായിട്ട് ഞാൻ സാറിന് തപ്പി നടക്കുമായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് സിനിമ ഭ്രാന്ത് മൂത്തത് കൊണ്ട്, പക്ഷെ സിനിമയിലുള്ള ഒരു വഴി അത്ര ക്ലിയർ ആയിട്ട് വീട്ടുകാരിൽ നിന്ന് കിട്ടാൻ പ്രയാസം എന്ന് തോന്നിയപ്പോൾ ഞാനൊരു ജോലി തേടിപ്പോയി. അങ്ങനെ ജോലി ചെയ്തു 2 വർഷം ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. യെസ്, സോ ദാറ്റ് വാസ് ദി ഓൺലി വേ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പിന്നെ പതുക്കെ ലീവ് എടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയറക്ടേഴ്സിനെ പോയി കാണുമായിരുന്നു, ചാൻസ് ചോദിച്ചിട്ട്. ഓക്കെ, സാറ്റർഡേ സൺഡേ ഒക്കെ. ഓക്കെ. അന്ന് ഏതൊക്കെ ഡയറക്ടേഴ്സാണ് ആ സമയത്ത് വളരെ ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്നത്? മിക്കവാറും എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭാരതൻ സാറിനെ കണ്ടിട്ടുണ്ട്, സത്യനന്ദിക്കാർ സാറിനെ കണ്ടിട്ടുണ്ട്, ഫാസിൽ സാറിനെ കണ്ടിട്ടുണ്ട്, ലൂയി സാറിനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുമായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് വിജയേട്ടിൽ നിന്നാണ്, വിജയ് തമ്പി. സോ ഐ വാസ് വിത്ത് ഹിം ഫോർ എ ഫിലിം ആൻഡ് അപ്പോഴും ഞാൻ ലൂയി സാറിനെ ഇടയ്ക്ക് കാണുമായിരുന്നു. ഇതൊക്കെ ഇടയ്ക്ക് ലീവ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. ആൻഡ് ഫൈനലി ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഹിം. ആ സമയത്ത് ബ്ലെസ്സേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. ആൻഡ് ദെൻ ഞാൻ റിസൈൻ ചെയ്തു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ഇൻഫാക്റ്റ് ഒരു സിനിമയുടെ ഗ്യാപ്പ് കൂടുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അഡ്വർടൈസിംഗിൽ അസിസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അടുത്ത സിനിമ റെഡി ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗ്യാപ്പിൽ ഇതിൻ്റെ എക്സ്പീരിയൻസും കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെയായി ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. സാറിൻ്റെ സ്കൂളിംഗ് പറയുകയാണെങ്കിൽ യു ആർ എ റിയലി എൻ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ്. ഗേറ്റിന് പുറത്തൊക്കെ നിന്ന് തീർച്ചയായിട്ടും ഇച്ചിരി കച്ചറയായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് തന്നെയായിരുന്നു. ഓൾവേസ് സ്റ്റാൻഡിങ് ഔട്ട്. ഒരു സംശയമില്ല അതിന്. ഞാൻ മാത്രമായിരിക്കും ഇൻഫാക്ട് ആലപ്പുഴയിൽ സെൻട്രൽ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇംഗ്ലീഷ് മാത്രമേ അവിടെ പറയാവുള്ളൂ. ഞാൻ ഒരുത്തൻ മാത്രമേ അവിടെ മലയാളം പറയാറുള്ളൂ. മോസ്റ്റ് ഓഫ് ദി ടൈം ക്ലാസ്സിൻ്റെ വെളിയിൽ. ഞാനാണ് ആ സ്കൂളിൽ ആദ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്ത് ക്രിക്കറ്റ് കാണാൻ പോയത്, വേൾഡ് കപ്പ്. എന്നിട്ട് പൊക്കി വീണ്ടും ക്ലാസ്സിൻ്റെ വെളിയിൽ. അങ്ങനെ പറ്റാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ സ്കൂളിൽ എന്നെ ആക്ച്വലി ഒരു ഐ തിങ്ക് മസ്റ്റ് ബി നൗ 8 years ബാക്ക് എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു.